എന്താ ചേട്ടാ, ആഭരണങ്ങൾ വിറ്റോ? നീ ഒന്ന് പതുക്കെ പറയടി പ്രിയേ, ആരെങ്കിലും കേട്ടോളൂ അവസ്ഥ. ഇവിടെ എങ്ങും ആരുമില്ല, നിങ്ങൾ കാര്യം പറയേ. എന്തായി, ക്യാഷ് കിട്ടിയോ? എന്റെ പ്രിയെ, നീ ഇങ്ങനെ ധൃതി വെക്കല്ലേ. ഇതിങ്ങനെ എടുത്തോ പിടിച്ചോ എന്നൊക്കെ പറഞ്ഞ് വിറ്റ് കാശാക്കാനേ നമ്മുടെ സ്വന്തം സാധനമല്ലോ ആണോ? പിന്നെ ഏറ്റവും വലിയ പ്രശ്നം, ആ നെക്ലസ് നമ്മൾ വിചാരിച്ച പോലെ അല്ല. അയ്യോ, അത് ഒറിജിനൽ അല്ലേ? എടീ, അത് നമ്മൾ വിചാരിച്ചതിനേക്കാൾ വലിയ വിലപിടിപ്പുള്ള നെക്ലസാ. കാശ് എത്രയെന്നറിയോ നമ്മുടെ കയ്യിൽ വരാൻ പോണത്? ദൈവമേ, ആണോ? സേഫ് ആയിട്ട് വിൽക്കാൻ, വിശ്വസിക്കാൻ കൊള്ളാവുന്നൊരിടം സുശീലം കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ അത് നടക്കാൻ 2-3 ദിവസം എടുക്കും. എല്ലാം സേഫായി കയ്യിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ടെന്നേ, എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. സാധനം കയ്യിൽ വെച്ച് ഒരുപാട് താമസിപ്പിക്കണ്ട. എത്രയും വേഗം വിറ്റ് കാശാക്കാൻ നോക്ക്. എനിക്കാണെങ്കിൽ ടെൻഷൻ അടിച്ചിട്ട് വയ്യ. നിങ്ങളത് കയ്യിൽ കൊണ്ട് നടക്കണ്ട കേട്ടോ. ഒന്ന് എവിടെയെങ്കിലും മാറ്റി വെക്ക്. ശരി ശരി, ഫോൺ വെക്ക്. ഇതാണ് ഈ പെണ്ണുങ്ങളെ കുഴപ്പം. വെറുതെ ആവശ്യമില്ലാതെ കുറെ ടെൻഷൻ. സ്വർണവും ഡയമണ്ട് നെക്ലസും വിറ്റ് കാശ് കൈ കിട്ടിയാ സുശീലിനെ കൊണ്ടൊരു ഓൾ ഇന്ത്യ ട്രിപ്പ് നടത്തണം. അത് കഴിഞ്ഞ് മതി പ്രാരാബ്ദവും പരിവട്ടവും. ചൂട് ഒരുപാടില്ലല്ലോ മാഡം? ഇല്ല രാജു. എന്തു ചെയ്യാനാ രാജു, പുതുതായി വന്ന സർവന്റിനെ കൊണ്ട് ഞാൻ തോറ്റു. ഒരു കാര്യത്തിലും ഒരു ശ്രദ്ധയില്ല. ആ ദിവ്യ ഉണ്ടായിരുന്നപ്പോ ഇതുപോലെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ആ കുട്ടി സാലറി പോലും വാങ്ങിക്കാതെ പോയി. വേദനയുണ്ടോ ചേച്ചി? ചൂട് പിടിച്ചപ്പോ വേദന കുറഞ്ഞു. ഋതുമോളെ, ഞാനൊരു കാര്യം ചോദിക്കാൻ മറന്നു. ഫംഗ്ഷൻ ഇടാന് മോളുടെ ഓർണമെന്റ്സ് വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ലെങ്കിൽ മോളുടെ ഡ്രസ് ഏതാ ഇടുന്ന വെച്ച് പറഞ്ഞാ മതി. അതിന് മാച്ച് ആവുന്ന ഓർണമെന്റ്സ് ഞാൻ എടുത്തിട്ട് വരാം. ഏയ് വേണ്ട ചെറിയമ്മ, ആവശ്യത്തിനുള്ള ആഭരണങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. എന്താഭരണങ്ങൾ? ആ സ്വർണ്ണപ്പണിക്കാരനെ കൊണ്ട് വാങ്ങിപ്പിക്കാനിരിക്കുന്ന മുക്കുകൊണ്ടോ അല്ലേ? നിനക്കുള്ളത് ഞാൻ തരുന്നുണ്ട് ഋതുമോളെ. അയ്യോ, ഋതുമോളെ വേദനയുണ്ടോ? കുറവുണ്ടമ്മായി. യാമിനി, ഭക്ഷണം എടുത്ത് വെക്കാറായില്ലേ? ആ, നീ താഴേക്ക് ചെല്ലേ. ശരി ചേച്ചി, വാ അപ്പോ. എന്താ രാജു, ഋതുമോളുടെ കയ്യില് വിളക്ക് വീണപ്പോ വേദനിച്ചത് രാജുവിന്റെ ഹൃദയത്തിലാണെന്ന് തോന്നുന്നല്ലോ. എന്നാലുവേ, രാജുവിനെ ഞാൻ സമ്മതിച്ചു കേട്ടോ. എന്റെ മകൻ ദീപകിനെ സൗന്ദര്യത്തിന് സൗന്ദര്യം, പാരമ്പര്യത്തിന് പാരമ്പര്യം, വിദ്യാഭ്യാസം, സമ്പത്ത്, ഒന്നിനും അവനൊരു കുറവുമില്ല. പക്ഷേ ഋതികയുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചത് രാജുവാ. അമ്മായി, എനിക്ക് നല്ല ക്ഷീണം, ഒന്ന് റെസ്റ്റ് എടുത്താ കൊള്ളായിരുന്നു. ഓ സോറി, ഞാനിവിടെ വന്ന് നിൽക്കുന്നത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായല്ലേ? എന്നാലേ ഋതുമോള് വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം. എന്നിട്ട് ഋതുമോള് റെസ്റ്റ് എടുത്തോ. അമ്മായി പോയിക്കോ, ഞങ്ങൾ വന്നേക്കാം. ശരി. രാജു വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം. എനിക്കിപ്പോ വേണ്ട ഋതിക മാഡം. വർമ്മ സാർ ഉണ്ടാവില്ല ഇവിടെ. ഞാനിപ്പോ അങ്ങോട്ട് വന്നാ അത് ശരിയാവില്ല. മാഡം പോയി കഴിച്ചോ. ഏയ്, അതുപോലെ ശരിയാവും. രാജു വരുന്നില്ലെങ്കിൽ ഞാനും ഇല്ല. എന്തിനാ മാഡം ഇങ്ങനെ വാശി പിടിക്കുന്നത്? അറിഞ്ഞുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാക്കണോ? എന്ത് പ്രശ്നം? ഋതിക മേഡത്തിന്റെ കയ്യിൽ നിന്ന് വർമ്മ സാറ് ഗ്ലാസ് വാങ്ങുന്ന ഈശ്വര. അച്ഛൻ രാജുവിന്റെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങണേ.
നീതിയുടെയും മാന്യതയുടെയും കുപ്പായം അണിഞ്ഞ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രതാപ വർമ്മയുടെ അഴിമതിയുടെ മുഖം കണ്ടു ഞെട്ടി കേരള സമൂഹം. നിർമ്മാണ പിഴവിലും നടത്തിപ്പിന്റെ അനാസ്ഥയിലും കഴിഞ്ഞ കുറെ കൊല്ലങ്ങളായി അടച്ചുകിടന്നിരുന്ന വ്യവസായ പ്രമുഖന്റെ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് പച്ചക്കൊടി കാണിച്ച് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. യാതൊരു കാരണവശാലും നടത്തിപ്പ് അവകാശം ലഭിക്കാത്ത വ്യവസായ പ്രമുഖൻ MA ഹരികുമാറിന്റെ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് മന്ത്രി പ്രതാപ വർമ്മ പെർമിഷൻ നൽകിയത് വലിയൊണ്ടിരിക്കുകയാണ്. മന്ത്രിയുടെ ഈ നീക്കത്തിനെതിരെ ശക്തമായി രംഗത്ത് വന്നിരിക്കുകയാണ് പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള എതിർ പാർട്ടികൾ. കണ്ടു സാർ, ഞാൻ എന്ത് പറയാനാ സാർ? എന്നെ കുറിച്ച് സാറിന് അറിയാവുന്നല്ലേ? സോറി സാർ, സാറിനോട് ഒരു തർക്കത്തിന് ഞാനില്ല. എല്ലാം സാർ തീരുമാനിക്കുന്ന പോലെ. എന്താ പ്രതാപ, എന്താ CM പറഞ്ഞേ? എന്റെ പേരിൽ ഇതുവരെ നടന്നിട്ടില്ലാത്ത ഒരു പുതിയ ആരോപണം. ഞാൻ കൈക്കൂലി വാങ്ങിയിരുന്നു. അതിന് തെളിവുകളുണ്ടത്രേ. രാജി വേണമെന്നാ CM ആവശ്യപ്പെടുന്നത്. രാജിയോ? ഹോം മിനിസ്റ്റർ സുകുമാരൻ സാറിന് ഈ വരുന്ന ഇലക്ഷൻ വലിയ പ്രതീക്ഷയായിരുന്നു. അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനത്തേക്ക് CM-നോട് എനിക്ക് വേണ്ടി അദ്ദേഹം സംസാരിച്ചതാ.